പൊതുവെ പലയിടത്തും ലേഡീസിൻ്റെ ഒരു പരാതിയാണ്, ഞാൻ വാങ്ങിച്ച സ്വർണ്ണം ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഒരു 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിന് കളർ പോയി, അല്ലെങ്കിൽ ഫെയ്ഡായി. ഇങ്ങനെ പല രീതിയിലുള്ള പരാതികൾ പലരും വിഷമിച്ച് എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചാൽ ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, എന്താണ് പ്രശ്നം? അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിക്കുന്ന സ്വർണം ഇന്നത്തെ കാലത്ത് കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് കേരളത്തിൽ വിൽക്കുന്ന എല്ലാം തന്നെ ഹോൾമാർക്ക് സ്വർണ്ണമാണ്. ഹോൾമാർക്ക് സ്വർണ്ണം അതിനകത്ത് 916% 22 കാരറ്റിനകത്ത് സ്വർണ്ണം ഉണ്ടാവും. ബാക്കിയുള്ള 8.4% അലോയ്സാണ്, കൂട്ടുരോഗങ്ങളാണ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അലോയ്സ് ഉണ്ട്, കൂടിയ അലോയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അലോയ്സ് പലതും റിയാക്ഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ കഴുത്തിൽ വേർപ്പിന് ചില അസിഡിറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സിട്രിക് ആസിഡ് പോലെയുള്ള അസിഡിറ്റി ഉണ്ട്. പിക്കിൾസ് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്, ഇതിനകത്തൊക്കെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് വന്നാൽ നമ്മുടെ കയ്യിൽ ധരിക്കുന്ന അല്ലെങ്കിൽ കഴുത്തിൽ ധരിക്കുന്ന മാലയ്ക്കൊക്കെ ഡിസ്കളറേഷൻ വരും. എന്നിരുന്നാലും അത് സ്വർണം പോയിട്ടുണ്ടാവില്ല, അതിനകത്ത് അലോയുടെ കളർ മാറിയിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, 22 ക്യാരറ്റ് എന്ന് പറയുന്നത് 91.6% ഗോൾഡും ബാക്കി 8% കോപ്പറാണ്. കോപ്പറിന് ചുവന്ന കളറാണ്. യഥാർത്ഥ 22 ക്യാരറ്റിന് ചുവപ്പ് കളറാണ്. ചുവപ്പ് കളർ വരും. അതിനെങ്ങനെയാണ് ഈ മഞ്ഞ നിറം കിട്ടുന്നത്? അതെ, നിങ്ങൾക്കൊക്കെ മഞ്ഞ നിറം ഇഷ്ടമായതുകൊണ്ട് ഈ മാനുഫാക്ചറിങ് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു മഞ്ഞ കോട്ടിങ് കൊടുക്കുന്നതാണ്. ഈ മഞ്ഞ കോട്ടിങ് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് പോകും, 2 കൊല്ലം നിൽക്കും. കോട്ടിങ്ങിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ വന്നാൽ ഇത് 916 ഇത് 916 കാര്യമാണ്. അപ്പോൾ ഈ പതുക്കെ മേടിച്ചപ്പോൾ നല്ല മഞ്ഞ നിറമുള്ള സാധനം ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി കളർ കുറഞ്ഞിരിക്കും, ചെറിയ ചുവമ്പ് വന്നിരിക്കും. പേടിക്കണ്ട, സ്വർണ്ണമായിട്ട് തന്നെ അവിടെ ഉണ്ടാവും, ഹോൾമാർക്ക് സ്വർണ്ണമാണെങ്കിൽ.